ഏത് വസ്ത്രത്തെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഇത് മാന്യമായ വസ്ത്രം, ഇതത്ര മാന്യതയില്ലാത്ത വസ്ത്രം എന്ന് പറയാൻ കഴിയുന്നത്? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അതൊക്കെ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് സമയത്ത് യാത്ര ചെയ്യണം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഇവിടെ നടക്കും. വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാൽ മതി. സ്ത്രീകളുടെ ഈ ചോയ്സുകളൊക്കെ ഞങ്ങൾ നിശ്ചയിക്കും, ഞങ്ങൾ നിർണയിക്കും എന്ന് പറയുന്ന അങ്ങേയറ്റം പുരുഷ മേധാവിത്വ മനസ്സാണ് ഇവിടെ വെളിവാകുന്നത്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. അങ്ങയുടെ അടക്കം കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി. നല്ല രീതിയിൽ മോശമായ ഞരമ്പ് രോഗികളെ നമുക്ക് മാറ്റിവെക്കാം. ഒരു കൺസർവേറ്റീവ് പോയിന്റ് പറയുന്ന ഒരുപാട് പേർ അങ്ങയുടെ അടക്കം ചാറ്റ് ബോക്സിലുണ്ട്. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. കം ഓൺ ജിജി, I will see to this. You go man. അവരെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. മാന്യമായ വസ്ത്രധാരണവും മാന്യമായ ഭാഷ പോലെ മാന്യമായ സംസാരം പോലെ മാന്യമായ വസ്ത്രധാരണം കൂടി വേണമെന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ പലരും അങ്ങയുടെ കമന്റിൽ പറയുന്നത് കാണാം. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ലോകം അറിയുന്നവരാ. പക്ഷെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു കൺസർവേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാന്യമായ വസ്ത്രധാരണം കൂടി ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. ഞരമ്പ് രോഗികളെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ഇതിനെന്തോ ഒന്ന് ശ്രീധർ മാഷ് പറയലുണ്ടായിരുന്നല്ലോ, അന്യവൽക്കരണം.